ഈ വീഡിയോ കണ്ടോ, എന്ത് അക്രമമാണ് ഒരു കുഞ്ഞു പയ്യൻ ചെയ്യുന്നത്. ശരിക്കും ഇതേപോലുള്ള വാണങ്ങളൊക്കെ വലുതാകുമ്പോഴാണ് ക്രിമിനലുകളാകുന്നത്. ഇത് ഇങ്ങനെയുള്ള പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്ന തന്തയും തള്ളയും ഉണ്ടെന്ന് ഇവിടെ നമ്മുടെ ചുറ്റിനും കാണാം. ഈ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോഴാണ് ഒരു കുഞ്ഞു പയ്യൻ നമ്മളിപ്പോൾ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്ന ഫാൻ ഉണ്ടല്ലോ, കയ്യിൽ പിടിച്ച് കറക്കുന്ന, ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴേക്ക് എന്തോ സ്പ്രിങ്ങിന്റെ ആക്ഷനിൽ കറങ്ങുന്നതാണ്. അതിനകത്ത് ബ്ലേഡ് ചുറ്റി വെച്ചിട്ട് എല്ലാവർക്കിട്ടും ഇങ്ങനെ കൊള്ളിച്ചുകൊണ്ട് നടക്കുകയാണ് ഇവൻ ഈ ഫാനും ചുറ്റിച്ചിട്ട്. അപ്പൊ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവനിട്ട് ഒരു പണി അങ്ങോട്ട് കൊടുത്തു. അപ്പോഴാണ് അവന് വേദന മനസ്സിലായത്. ഉടനെ കരഞ്ഞുകൊണ്ട് ഓടി. പിള്ളേരാണെന്ന് വിചാരിക്കരുത് ഈ കാര്യത്തിലൊക്കെ. പിള്ളേർക്ക് വേദനിക്കണം. ഇതേപോലെ തിരിച്ച് വേദനിക്കുമ്പോൾ അവന്മാർക്ക് വേദന എന്താണെന്ന് മനസ്സിലാവും. കൊടുത്തേക്കണം പണി. തന്തയുടെയും തള്ളയുടെ വിഷമമൊന്നും അവിടെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറെ വാണങ്ങൾ തങ്ങളുടെ പിള്ളേരെ വളർത്തുന്നത് ഇതുപോലെ കണ്ടവരെ ആക്രമിക്കുന്നതൊക്കെ എന്തോ മഹത് കാര്യമാണ്. തങ്ങളുടെ പിള്ളേര് ഭയങ്കര ധൈര്യവാന്മാരാണെന്നുള്ള മട്ടിലൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഇത് വെറും ചെറ്റത്തരണമെന്ന് നീയൊക്കെ ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള പിള്ളേരൊക്കെ നിനക്കൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരെ മര്യാദയ്ക്ക് വളർത്തുക. നിന്റെയൊക്കെ പിള്ളേരെ മറ്റൊരു ഇടങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് നാണം കെട്ടാണ് നീയൊക്കെ തിരിച്ചു പോരുന്നെങ്കിൽ നീയൊക്കെ ആലോചിക്കുക, നിന്റെയൊക്കെ പിള്ളേർ ശീലിക്കപ്പെട്ടിരിക്കുന്നത് തെറ്റായ വഴിയാണെന്ന്. ആദ്യം പിള്ളേരെയൊക്കെ മര്യാദക്ക് വളർത്തുക. മറ്റുള്ളവരോട് സാമാന്യ മര്യാദയോടെ, കരുണയൊന്നും കാണിക്കാനും വേണ്ട. അതൊക്കെ നിനക്കൊക്കെ തിരിച്ചു കിട്ടുമ്പോൾ നിനക്കൊക്കെ മനസ്സിലാവും. കരുണ കാണിക്കാനല്ല, മര്യാദയോടെ ഇടപെടാൻ പഠിപ്പിക്കുക. ആരെ ആക്രമിക്കാതിരിക്കാൻ പഠിപ്പിക്കുക. ഇനി ആക്രമിക്കുന്ന പിള്ളേര്, ടീച്ചർമാരും സാറുമാരും ഒക്കെ തിരിച്ച് ഏത് പിള്ളേർക്കാണോ ആക്രമിച്ചത് അവരെ കൊണ്ട് തന്നെ തിരിച്ച് അതേ വേദന തിരിച്ചു കൊടുപ്പിക്കുക. അത് അവിടെ വെച്ച് കഴിഞ്ഞ് പോലീസ് കേസും വേണ്ട, ഒരു ഉണ്ടയും വേണ്ട. ഈ കൊച്ചു പിള്ളേർക്കെതിരെ എന്ത് കേസെടുക്കാനാണ്? അവ തിരിച്ച് അതേ വേദന അനുഭവിപ്പിക്കുക. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണെന്നുള്ള നിയമം കൊണ്ടുവരേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണം. ഇങ്ങനത്തെ ഊളത്തര കാണുമ്പോൾ കുറെ തന്തം തള്ള അങ്ങനെയാണ് പിള്ളേരെ വളർത്തിയിരിക്കുന്നത്. തങ്ങളുടെ പിള്ളേരൊക്കെ മറ്റുള്ളവരെ ആക്രമിച്ചാലും നിസ്സംഗത പുലർത്തുന്ന മാതാപിതാക്കൾ ഇവിടെയുണ്ട്. ഇപ്പൊ സിദ്ധാർത്ഥൻ എന്ന പയ്യന്, ഇതൊക്കെ കൊച്ചു പിള്ളേരല്ല, സിദ്ധാർത്ഥൻ എന്ന പയ്യനെ തല്ലിക്കൊന്നിട്ട് ഇവിടെ എത്ര അവന്മാർ ഇപ്പോഴും ഓമനകളായി നടക്കുന്നുണ്ട്. തന്തയുടെയും തള്ളയുടെയൊക്കെ അവന്മാർ പിന്നെയും പഠിക്കുന്നില്ലേ? ഇന്നലെയല്ലേ ഒരു ചെറുക്കനെ ബട്ടൺ സെറ്റ് റാഗി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബട്ടൺ സെറ്റില്ല എന്നും പറഞ്ഞ് പുറകെ പോയി കമ്പി വെടിവെച്ച് ആക്രമിച്ചു എന്നും പറഞ്ഞ് വാർത്തയുണ്ട്. ഇന്ന് കണ്ടതാണ്. അപ്പൊ ഇതേപോലുള്ള ചെറ്റകളൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള വാണങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയാണ്. നിങ്ങളുടെ മക്കൾ കണ്ടവരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ള പിള്ളേരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട സമയത്ത് നിർത്തിക്കുക, നല്ല ശിക്ഷ കൊടുക്കുക. അതിന് പകരം നിങ്ങൾ ഇങ്ങനെയൊക്കെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ നാട്ടുകാർ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പം പിന്നെ നിങ്ങൾക്ക് തീരാത്ത വേദനയായിരിക്കും. അതിനേക്കാൾ നല്ലത് നിങ്ങളുടെ പിള്ളേര് എങ്ങനെയാണ് വളരുന്നത്. ഈ ടീച്ചർമാർക്കൊക്കെ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഈ അംഗനവാടിയിൽ നിൽക്കുന്നവർക്ക് അറിയില്ലേ ഈ എങ്ങനത്തെ പിള്ളേരാണെന്ന് ഒരുമിച്ചൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട്. അക്രമം വാസനയുള്ള പിള്ളേരെ മാറ്റി നിർത്തുക, കൗൺസിലിംഗ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല പെട്ട കൊടുത്തേക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു വിടുക. അതുങ്ങളൊന്നും മറ്റു പിള്ളേരെ കൂടുതൽ കളിപ്പിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏത് മറ്റിടത്താന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോട്ടെ. തന്തയുടെയും തള്ളയുടെയും വളർത്തുകൂടാണ് ഈ കാണുന്നതൊക്കെ. ഓരോരോ വാണങ്ങൾ കാലെ പിടിച്ച് നിലത്തിലടിക്കണമായിരുന്നു ആ ഊളച്ചെറുക്കനെ.